നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷ വാസ്തുവാചാര്യൻ കെ സുധാകരൻ. ഇന്ന് ഗ്രഹം മാറുന്നതനുസരിച്ച് അതിനെ പറ്റിയാണ് പറയുന്നത്. വ്യാഴഗ്രഹം ഒക്ടോബർ മാസം 18-ാം തീയതി തുലാം മാസം 1-ാം തീയതി വൈകുന്നേരം 7:47 മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി നക്ഷത്രക്കാർക്ക് ഭയങ്കര മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും. ഉണർന്നം കാല്, പൂയമായില്യം വളരെയേറെ അനുകൂലമായ അവസ്ഥയാണ്. 9-ൽ ശനി, ലഗ്നത്തിൽ വ്യാഴം ഒക്കെ വരുന്നത് ഭയങ്കര നേട്ടമാണ് അത് അവർക്ക്. പിന്നെ കന്നിക്കൂറ്, ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര പകുതി. ഇവർക്ക് കണ്ടകശനി ആണ്, 7-ൽ ശനി കണ്ടകനാണ്. പക്ഷെ വ്യാഴം ഇവർക്ക് 11-ൽ വന്നതുകൊണ്ട് ആ കണ്ടകശനിയുടെ ശക്തി കുറയും. അപ്പം അവർക്ക് നല്ലതാണ്. ചിത്തിര പകുതി, ചോതി, വിശാഖ മുക്കാല് തുലാക്കൂറുകാര്, അവർക്ക് 6-ൽ ശനി, 10-ൽ വ്യാഴം. നല്ല സമയം എന്ന് പറഞ്ഞാൽ പോലെ നല്ല സമയമാണ് അവർക്ക്. ഒത്തിരി നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടത്തിൽ പകുതി. ഇവർക്ക് 3-ൽ ശനിയും 7-ൽ വ്യാഴമാണ്. 3-ൽ ശനി എന്ന് പറയുന്നത് വ്യാഴം അനുകൂലമാണെങ്കിൽ 7-ലെ വ്യാഴം അനുകൂലമാണ്. അങ്ങനെ വരുമ്പോൾ 3-ൽ നിൽക്കുന്ന ശനി ഒത്തിരി ഉന്നതങ്ങളിലേക്ക് പോകും. 3-ലെ ശനി മുടിചൂട മന്നനാകുന്ന പറയുന്നത്, അത്രയ്ക്കും വലിയതാണ്. വ്യാഴം അനുകൂലമാണ്. അപ്പോൾ 7-ൽ വ്യാഴം വരുമ്പോൾ ഭയങ്കരമായ നേട്ടമായി. ചിങ്ങക്കൂറുകാർ, മകം, പൂരം, ഉത്രം കാല്, അവർക്ക് 12-ൽ വ്യാഴം വന്നു. അപ്പോൾ ഈശ്വരാധീനം അത് വന്നു. അഷ്ടമത്ത് ശനി, 8-ലെ ശനി ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യണതാണ് അവർക്ക്. മൂലം, പൂരാടം, ഉത്രാടം കാല്, അവർക്ക് 4-ൽ ശനി, 8-ൽ വ്യാഴമാണ്. അവർക്ക് വളരെയേറെ ദോഷമാണ്. 4-ലെ ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മൂലം, പൂരാടം, ഉത്രാടത്തെക്കാൾ ഇവരുടെയൊക്കെ മാതാവിനൊക്കെ ദോഷം, ദുരിതം, രോഗങ്ങളൊക്കെ വരാവുന്ന ഒരു കാലഘട്ടമാണ് അത് അവരുടെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഗ്രഹമാറ്റം അനുസരിച്ച് ഇപ്പോൾ പറയുന്നത്. ഒക്ടോബർ 18-ാം തീയതി തുലാം മാസം 1-ാം തീയതി 7:47 ആണ് ഈ ഗ്രഹത്തിൻ്റെ ഇത് മാറ്റമുള്ളത്. അപ്പോൾ ഇതിന് ഈ ദോഷം പറഞ്ഞ നക്ഷത്രങ്ങൾ ഇവർക്ക് ഗണപതി ഗായത്രി മന്ത്രം അവർക്ക് ശുദ്ധിയോടെ തന്നെ വേണം അത് മന്ത്രം ചൊല്ലാം. രാവിലെ വൈകുന്നേരം വേണമെങ്കിൽ ചൊല്ലാം. അങ്ങനെ അതിൽ 108 പ്രാവശ്യം. പിന്നെ സർപ്പത്തെ സംബന്ധിച്ച് സർപ്പദോഷങ്ങൾ നമ്മൾ കേരളത്തിൽ എവിടെ നമ്മൾ സംഗതി എവിടെ ചെന്നാലും വിഷയങ്ങളാണ്. രോഗദുരിത, സന്താന ദുരിതങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ സംഗതി ഇവിടെ ഒരു സ്ഥലത്തുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഗതി പറയണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വഴിപാടൊക്കെ കഴിച്ചിട്ട് മാറിയില്ല, വീണ്ടും ഇങ്ങനെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സർപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന് പ്രത്യേക ഒരു മന്ത്രം അതിനുണ്ട്. ഓം നമോ നാഗേശ്വരായ സുരബലായ ശോഹന്ത്രേ മഹാബലായ അഷ്ടനാഗരാജ വിശ്വാത്മനി നാഗേശ്വരായ നമ. ഈ മന്ത്രം 108 പ്രാവശ്യം അവർ ചൊല്ലുന്നത് ഈ വഴിപാട് നടത്തുന്നത് പോലെ തന്നെയുള്ള ഒരു വലിയ ശക്തി, ശുദ്ധിയോടെ വേണം. സർപ്പത്തിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധിയൊക്കെ വേണം. വെറുതെ ഒന്നും ചൊല്ലിയിട്ട് കാര്യമില്ല അത്. നന്ദി, നമസ്കാരം.